ഇതിലേക്ക് നാരങ്ങാനീര്, ചെറിയൊരു പുളിപ്പ് കിട്ടാനാണ് നാരങ്ങാനീര് ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എല്ലാ വെജിറ്റബിൾസും എല്ലാ ഭാഗത്തും വരണം. ഇതിലേക്ക് കടുക് വറുത്തത് ചേർക്കാം. വളരെ പെട്ടെന്ന് നമ്മുടെ മസാല അവല് റെഡിയായി. വൈകുന്നേരങ്ങളിൽ ചായയോടെ കാപ്പിയോടെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. ഇത് വെറുതെ കുറിക്കാനും നല്ലതാണിത്. ഇത് 2 കപ്പ് ചുവന്ന അവലാണ്. ഇത് സാമാന്യം കട്ടിയുള്ള അവലാണ് ഈ വിഭവത്തിന് നല്ലത്. 1 ക്യാരറ്റ്, 1 കുക്കുംബർ ചെറുത് മതി, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1/4 കപ്പ് നിലക്കടല. ഇത് തൊലിയുള്ളതായാലും കുഴപ്പമില്ല, ഇതിപ്പം തൊലിയില്ലാത്തതാണ്. 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കടുക്, 3 പറ്റൽമുളക്, 1 പഴുത്ത തക്കാളി, 1 മുറി നാരങ്ങയുടെ നീര്, ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം. ആദ്യം ഈ അവലൊന്ന് കഴുകിയെടുക്കണം. 1-2 പ്രാവശ്യം വെള്ളം ഒഴിച്ച് പെട്ടെന്ന് തന്നെ കഴുകി ഒരു അരിപ്പയ്ക്കകത്തോട്ട് വെള്ളം പാലാനായിട്ട് വെക്കാം. അവല് 2 പ്രാവശ്യം കഴുകി അരിപ്പയ്ക്കകത്ത് വെള്ളം കളയാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മല്ലിയിലയും കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. കുക്കുംബറും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വെള്ളം ചാടുമല്ലോ, അത് കളയരുത്, അത് നമുക്ക് ആവശ്യമുണ്ട്. തക്കാളിപ്പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ നാരങ്ങയും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അടുപ്പിൽ വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടലയും പൊട്ടുകടലയും ഒന്ന് വറുത്തെടുക്കണം. അതിന് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി അതിലേക്ക് ആദ്യമേ ഈ കടല ഇട്ട് കൊടുക്കുക. ഇത് വറുത്ത കടല ആയതുകൊണ്ട് ഒത്തിരി മൂപ്പൊന്നുമില്ല. ഇതിപ്പോൾ മൂത്തിട്ടുണ്ട്, ഇത് നമുക്ക് മാറ്റാം. ഇതിലേക്ക് പൊട്ടുകടലയും കൂടെ ഒന്ന് വറുത്തെടുക്കാം. അതിലേക്ക് തന്നെ ഇടാം. പൊട്ടുകടല മൂത്തിട്ടുണ്ട്. ഇതിന് ഒത്തിരി മൂപ്പൊന്നുമില്ല. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ആ വെളിച്ചെണ്ണ മാറ്റിയേ ഇനി വേറെ 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ചേർക്കാം. പച്ചമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. മുളകും കറിവേപ്പിലയൊക്കെ മൂട്ടിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇപ്പം ഈ അവല് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി, മല്ലിയില അരിഞ്ഞത്, കറിവേപ്പില, കുക്കുംബർ ആ വെള്ളത്തോട് കൂടി തന്നെ ഒഴിക്കണം. തക്കാളിപ്പഴം, വറുത്ത കടല, പൊട്ടുകടല, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് മുളക് പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് നാരങ്ങാനീര്, ചെറിയൊരു പുളിപ്പ് കിട്ടാനാണ് നാരങ്ങാനീര് ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എല്ലാ വെജിറ്റബിൾസും എല്ലാ ഭാഗത്തും വരണം. അതിലേക്ക് കടുക് വറുത്തത് ചേർക്കാം. കുറച്ച് മുളക് പൊടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് നമ്മുടെ മസാല അവല് റെഡിയായി. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. വൈകുന്നേരങ്ങളിൽ ചായയോടെ കാപ്പിയോടെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. ഇത് വെറുതെ കുറിക്കാനും നല്ലതാണിത്. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ
എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ പുതിയ ഇതുപോലെയുള്ള വെറൈറ്റി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.